ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു ഷൂട്ട് വ്ളോഗാണ്. എൻ്റെ കയ്യിലെ മെഹന്തിയൊക്കെ കാണുമ്പോൾ പറയാം നമ്മൾ ഷൂട്ടിന് പോകണം. അതും എൻ്റെ സ്വന്തം ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മളിന്നൊരു ഷൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ മെയിൻ മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചുട്ടി ആൻഡ് ദേവു ആണ്. ഹായ് ഗായ്സ്. പിന്നെ നമ്മുടെ ആഷാണ് നമ്മളിന്ന് ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത്. ആഷിനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കെ എണീപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ദേഷ്യം ആഷിനുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 7th മന്ത് ആവുകയാണ്. 7th മന്ത് പോയതുപോലെ അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കസിൻ്റെ വീട്ടിൽ തന്നെയാണ്. പിന്നെ അവിടെ നമ്മുടെ ഫ്രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നുണ്ട്, അഞ്ചു ആണ് നമ്മുടെ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് കാർത്തിയാണ് ഇന്ന് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം ഇന്ന് ഒരു അടിപൊളി ദിവസമായിരിക്കും. അപ്പം ഞാൻ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നന്നായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എൻ്റെ ബ്രാൻഡിന് വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ബാക്കി വിശേഷം ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. എനിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ട്, ഓണത്തിൻ്റെ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ഞാനിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പതിയെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ പൂക്കളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാം, ഡെക്കറേറ്റ് ചെയ്യാൻ പോകും. ഗായ്സ്, അപ്പം നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ചു, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പം അഞ്ചുമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ദേവുവിനെയാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ദേവുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ആസ് എ മോഡൽ. ഇതാ ഇവിടെ നമ്മുടെ അഞ്ജുവിൻ്റെ അമ്മയുണ്ട് കേട്ടോ. ഹായ് ആൻറ്റി. ഇനി നമുക്കവിടെ നമ്മുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ കാണാം. കിച്ചൂട്ടി ഉണ്ട്. നോക്കൂ, അല്ല ഇതാണ് നമ്മുടെ ജഗൻ ആൻഡ് ടീം. ഇത് നമ്മുടെ അഞ്ജുവിനെ കെട്ടാൻ പോകുന്ന ചെക്കനാണ്. ഇതാണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീം അമൽ. പിന്നെ സിഗ്മ ബോയുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ്. ഇവിടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ വെച്ച്. ആഷും അമലൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ദേവു ഓൾ സെറ്റ്. ഇതാണ് അരവിന്ദേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് തച്ചു ബേബി, അരവിന്ദേട്ടൻ്റെ ബേബിയാണ്. ഇവിടെ നമ്മുടെ ഇവന്റ് ടീം പണിയെടുത്തോണ്ടിരിക്കുകയാണ്. പാവ അമല്. ഇവിടെ എന്തായാലും ഞാനിപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഒരു കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു, ഈ കയ്യിലിട്ടിട്ടില്ല. എങ്ങനെയൊക്കെയോ കാണിച്ചിട്ടിട്ടുണ്ട്. എന്തോ ഐഡിയ ആണ് നമ്മുടെ അച്ചു കണ്ടുപിടിച്ചിരിക്കുന്നത്. അച്ചുവിന് മാത്രം അറിയാം എന്താ ഐഡിയ എന്നുള്ള. ദിസ് ഇസ് കിച്ചൂട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ദേവു റെഡിയായി കഴിഞ്ഞു. ദേവുവിനെ ഞാൻ ഇത്ര സുന്ദരിയായിട്ട് ഒരു കോസ്റ്റ്യൂമിലും കണ്ടിട്ടില്ല. അപ്പം ദേവുവിൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം. എനിക്ക് ദേവുവിനെ കണ്ടിട്ട് കൊതിയാവണു. ഇനി ദേവുവിനെ വലിയ വലിയ ബ്രാൻഡൊക്കെ ചിലപ്പോൾ കൊത്തിക്കൊണ്ട് പോകുമായിരിക്കും. നമ്മുടെ ഇനി ചെറിയ പേജിൽ ഞാൻ കാണിക്കാം. വാവ്, ഇതാരാ ഇത്? എങ്ങനെയുണ്ട് ദേവു? പറ. സൂപ്പറായിട്ട് ചെയ്തിട്ട്. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യണത്. ഞാൻ ഇതുവരെ എൻ്റെ ഫേസ് ഞാൻ ആരെയും തൊടിയിപ്പിക്കില്ല. കാരണം എനിക്ക് തന്നെ ഒരു ഇതായിരുന്നു, എനിക്ക് മേക്കപ്പ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇത് ചേച്ചി അടിപൊളിയാക്കി ചെയ്തു. താങ്ക് യു. സോ ഇതാണ് കാർത്തി, നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വന്ന. ആക്ച്വലി എൻ്റെ കല്യാണത്തിന് കവർ ചെയ്യാൻ വേണ്ടി കാർത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർത്തിയാണ് ഇന്നത്തെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇവിടെ ഓൾറെഡി
തച്ചുണ്ട്, അച്ചുണ്ട്. അരവിന്ദേട്ട ഫുഡ് കഴിക്കുന്നു. അശ്വിന്ത് പുറത്തേക്ക് പോയി. നമ്മുടെ കിച്ചൂട്ടി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു അനശ്വര ലുക്കൊക്കെ തോന്നുന്നുണ്ട്, പഴയകാല നടിമാരെ പോലെ. ഈ പൊട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കിച്ചൂട്ടി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമ്മുടെ കിച്ചൂട്ടിയുടെ ഫുൾ ലുക്ക് വരുന്നത് ഇത് നമ്മുടെ എന്താ ഈ സാരി എന്ന് പറയുന്നത് നല്ല പ്യോർ കോട്ടൺ റെഡ് ബ്ലോസം ആണ്. കിച്ചൂട്ടി ഒന്ന് ഇങ്ങോട്ട് നോക്കാമോ? ആ അയ്യോ നല്ല രസമുണ്ട്, പഴയകാല നടിമാരെ പോലെ. നല്ല എനിക്ക് ഈ പൊട്ട അനശ്വര പിന്നെ ഈ പൊട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചൂട്ടിയുടെ ഷൂട്ടിലേക്ക് കിടക്കുകയാണ്. ഇതിന് ശേഷമാണ് എനിക്കിനി റെഡി ആവാൻ വേണ്ടി. ഇങ്ങനെ വെക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നിന്നെ പൂ എറിയുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഓക്കെ റെഡി 1 2 ആ എഴുതി അവള് നോക്കിക്കോളെ. 2 3 സ്റ്റാർട്ട്. ഓക്കേ പെർഫെക്റ്റ്. ഒന്നര പട്ടം അടിപൊളി. സന്തോഷായോ? ഓക്കെ, നമ്മുടെ ഷൂട്ട് അപ്പോൾ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. കാർത്തി താങ്ക് യു സോ മച്ച്. കാർത്തി അടിപൊളിയായിട്ട് നമ്മുടെ ഷോർട്സ് എല്ലാം എടുത്ത് തന്നിട്ടുണ്ട്. ഇത് കാർത്തിയുടെ ഫ്രണ്ടാണ്. അപ്പം കാർത്തിയുടെ ഫ്രണ്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. രണ്ടുപേർക്കും കുറേ താങ്ക്സ് കേട്ടോ. ഇനി ഷോട്ടൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം വർക്ക് വേണ്ടവരെല്ലാവരും കാർത്തിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതെ, അവിടെ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ഫുൾ അടിപൊളിയായിരുന്നു. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എന്താ കിച്ചൂട്ടിയോടും ദേവുവിനോടും ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫുൾ മേക്കപ്പിൽ തന്നെ നിൽക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചൂട്ടിനോടും ദേവുവിനോടും ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ടിന്ന്. ഫസ്റ്റ് നമുക്ക് ദേവുവിൻ്റെ അടുത്ത് ചോദിക്കാം. ദേവു പറ, ദേവുവിൻ്റെ എക്സ്പീരിയൻസ് പറ. പിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കൊള്ളാം, ഇത് സ്ഥിരമാക്കിയാലോ എന്നൊരു തോന്നലുണ്ട്. ദേവുവിനൊരു ഫ്യൂച്ചർ ഞാൻ ഇതിൽ കാണുന്നുണ്ട് എന്തായാലും. സോ ഫസ്റ്റ് ടൈമാണ്, എന്തായാലും ഇഷ്ടമായി. എല്ലാവരും ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്യാമറ, പിന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ നമ്മുടെ കസിൻസിൻ്റെ ആണ്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര കംഫർട്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാം വന്നു. താങ്ക് യു. അപ്പോൾ ഇനി അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ കുഞ്ചു ചേച്ചിയുടെ ബ്രാൻഡിനാണ് ഫസ്റ്റ്. നെക്സ്റ്റ് നമ്മുടെ കിച്ചൂട്ടിയുടെ അടുത്താ ചോദിക്കുമ്പോൾ കിച്ചൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു ഗൈസ്. എൻ്റെ ഐലാഷസ് ഒക്കെ കണ്ടില്ലേ? ഞാൻ ഇതെല്ലാം ആദ്യമായിട്ടാണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും കുറച്ച് കോൺഷ്യസ് ആയിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ട് എനിക്കിങ്ങനെ ക്യാമറയുടെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. നിന്നെ നല്ല കംഫർട്ട് ആക്കി നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. ഇവര് എന്നോട് ഓരോന്നും പറഞ്ഞ തമാശകൾ പറയും ചിരിക്കാനായിട്ട്. അപ്പൊ ഞാൻ പൊട്ടിച്ചിരിക്കും. അങ്ങനെയൊക്കെ എൻ്റെ കുറെ. എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി ഫ്യൂച്ചറിലുള്ള ഷൂട്ട്സിലും ഇവരെ എൻ്റെ കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും, പ്രത്യേകിച്ച് എൻ്റെ ബ്രാൻഡിൽ തന്നെയായിട്ട്. അപ്പം
താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ ഞാൻ ഈ വ്ളോഗ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല. കാര്യം ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ബേബി ഇന്ന് പോവുകയാണ്. ഇവാനും ചേച്ചിയൊക്കെ ഇന്ന് തിരിച്ച് ബഹ്റിനിലേക്ക് പോകണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇവരുടെ ആയിട്ടുള്ളത് എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ബായ്. വീട് നടക്കണോ? നടക്കണോ? മഴയില്ല. അവന് ഞാനൊരു ചെറുത് പിടിക്കും നല്ല കനുവായ മോനെ ഒരു മിനിറ്റ്. അമ്മ തന്നെ പാട് വിട്ടാ രണ്ടുപേരും തള്ളിക്കൊണ്ട് പോകാം. അല്ല രണ്ടുകൂടെ 5 തള്ളി പാടാ. ഭയങ്കര പാടാ അത്